ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി എൻ CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റിൽ ഇന്ന് ജാപ്പനീസ് മാർക്കറ്റ് അറൗണ്ട് 1000 പോയിൻ്റ് വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾക്ക് ഇന്ന് ഹോളിഡേ ആണ്, ഇന്നലെയും ഹോളിഡേ ആയിരുന്നു. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഏഷ്യയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്ലോബൽ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നല്ല സെൽ ഓഫാണ് കണ്ടത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് S&P 500 നോക്കുകയാണെങ്കിൽ ഇന്നലെ 16.35 ഉയർന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് അത് 14.33 ആയിരുന്നു. അപ്പോൾ നല്ല വൊളാറ്റിലിറ്റിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 530 പോയിന്റ് താഴെയും, അതുപോലെ തന്നെ S&P 500 64 പോയിന്റ് താഴെയും, നാസ്ഡാക്ക് 228 പോയിന്റ് താഴെയും, റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 25 പോയിന്റ് താഴെ ആയിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്പ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും ഒരു മിക്സഡ് ട്രെൻഡാണ് ഇന്നലെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ചൈനീസ് മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആയിരുന്നു. ജാപ്പനീസ് മാർക്കറ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റിയും സെൻസസും ഇന്നലെ ഓപ്പണിംഗ് ലെവലിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു പുതിയ റെക്കോർഡ് ക്ലോസിംഗ് തന്നെയാണ് രണ്ട് ഇൻഡെക്സുകൾ നടത്തിയിട്ടുള്ളത്. പൊതുവേ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കുമ്പോഴും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ സ്ലൈറ്റ്ലി വീക്കാണ്. ഒരു വീക്ക് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോൾഡ് ജൂൺ ഫ്യൂച്ചേഴ്സിൽ അതുപോലെ തന്നെ സ്പോട്ടും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ $2291 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി വീക്കാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ $91 പെർ ബാരലിനാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഇഷ്യൂ ആണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫിന് കാരണമാക്കിയിട്ടുള്ള. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തന്നെയാണ് ക്രൂഡിൻ്റെ കാര്യത്തിലും അതാണ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോപ്പർ, പ്രത്യേകിച്ച് മെറ്റൽ സ്റ്റോക്കുകളിൽ കോപ്പർ ഇന്നലെ 14 മന്ത് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് ചൈനീസ് മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആണ്, മൈനിങ് ഹോളിഡേ ആണ് ചൈനീസ് മാർക്കറ്റുകൾക്ക്. അതിൻ്റെ ഒരു ചെറിയൊരു സ്ലഗിഷ്നെസ്സും മെറ്റൽ മാർക്കറ്റിലുണ്ട്. പക്ഷേ പൊതുവെ മെറ്റൽസ് ഇന്നലത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആണ്. ഇന്നത്തെ മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകൾക്കൊപ്പം സ്ലൈറ്റ്ലി നെഗറ്റീവ് ട്രെൻഡ് കാണിക്കുന്നു എന്ന് മാത്രം. ഇനി നമ്മളെ സംബന്ധിച്ച് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷനാണ് 10 മണിക്ക്. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കോ അല്ലെങ്കിൽ കട്ടോ ഉണ്ടാവില്ല എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ റെപ്പോ റേറ്റ് 6.5%. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ IOC സ്മോൾ മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റാൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷനായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. അവരുടെ റിഫൈനറികളെല്ലാം ഗ്രീൻ പവറിന് വേണ്ടി, ക്ലീൻ എനർജിക്ക് വേണ്ടി ന്യൂക്ലിയർ പവറിൽ കൂടെ പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്. സ്മോൾ മോഡുലർ റിയാക്ടർ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും കുറവാണ്. അതുകൊണ്ട് പൊതുവെ ഇത് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് IOCക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. JP അസോസിയേറ്റ്സ്, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി, നമ്മുടെ ബാഡ് ബാങ്കാണ്. ഒരു 10,000 കോടി രൂപയ്ക്ക് ഡെറ്റ് അക്വയർ ചെയ്യാനുള്ള നീക്കത്തിലാണ്. ടോട്ടൽ ഡെറ്റ് JPയുടെ 29,361 കോടിയാണ്. പേയബിൾ ബൈ 2037 ആണ്. തീർച്ചയായിട്ടും JP അസോസിയേറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ JPനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. മുമ്പ് സ്വിറ്റ്സർലൻഡിൽ സംഭവിച്ച പോലെയുള്ള ഒരു ഡെറ്റ് റീസ്ട്രക്ചറിങ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. JP അസോസിയേറ്റ് നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ റിസ്ക് എടുത്ത് ഡെലിവറി വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ JP അസോസിയേറ്റ് വാങ്ങാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. അതോടൊപ്പം തന്നെ നമ്മൾ ക്വാർട്ടർ ഫോർ ക്രെഡിറ്റ് ഗ്രോത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. HDFC ബാങ്ക് എക്സലൻറ്റ് ക്രെഡിറ്റ് ഗ്രോത്ത് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് റീറ്റെയിൽ സെഗ്മെൻറ്റിലും നല്ല ഗ്രോത്ത് ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബന്ധൻ ബാങ്ക്, RBL ബാങ്ക്, ആവാസ് ഫിനാൻസിയേഴ്സ്, പൂനാവാല ഫിൻകോർപ്പ്, L&T ഫിനാൻസ്, ഇതൊക്കെ നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് ഗ്രോത്ത് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാൻ ചാൻസസ് ഉണ്ട്. ലോവർ ലെവലിൽ നിന്നൊരു ബൈയും കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഈ L&W നമ്മുടെ തന്നെ CNC റിലേറ്റഡ് മെഷീൻ്റെ റിപ്പോർട്ടുകൾ തന്നപ്പോൾ ഒരു ടോപ്പ് പിക്കുകളിലൊന്നായിരുന്നു L&W. ISROയിലേക്ക് ഒരു കമ്പോണൻറ്റ് കൊടുത്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവാണ് L&Wനെ സംബന്ധിച്ച്. കോയമ്പത്തൂർ എന്നുള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരും ദിവസങ്ങളിലും കാണാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. വേദാന്തയുടെ ഡിമർജറിന് NSEയുടെയും BSEയുടെയും അപ്രൂവലായി കഴിഞ്ഞിട്ടുണ്ട്.
വേദാന്തയുടെ അലുമിനിയം കമ്പനിയുടെ പേര് വേദാന്ത അലുമിനിയം മെറ്റൽസ് ലിമിറ്റഡ് എന്നാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ലോസ് ആണ് വേദാന്തയുടെ ഡീമർജർ സംബന്ധിച്ചും വന്നുകൊണ്ടിരിക്കുന്നത്. CBD മറ്റ് റെഗുലേറ്റേഴ്സിൻ്റെ ഒക്കെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ വർഷം കലണ്ടർ ഇയർ, അതായത് Q3 ഇത് റീസ്ട്രക്ചറിങ് അവസാനിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വേദാന്ത ഇപ്പോഴത്തെ 100 വേദാന്ത 6 കമ്പനികളായിട്ട് മാറും. അപ്പോൾ 100 ഷെയറുള്ള വേദാന്ത ഷെയർ ഹോൾഡേഴ്സിന് 6 കമ്പനികളുടെ ഷെയർ കിട്ടും. ഒപ്പം വേദാന്ത അടുത്ത ക്വാർട്ടറുകളിലും നല്ല രീതിയിലുള്ള ഇൻ്ററിം ഡിവിഡൻറ്റും ഡിക്ലെയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. കല്യാൺ ജുവല്ലേഴ്സിൻ്റെ Q4 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സലൻറ്റ് ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് വർഷം. അതോടൊപ്പം തന്നെ ഈ ധനകാര്യ വർഷം 130 സ്റ്റോറുകളാണ് അവർ ഓപ്പൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളത് 253 ഷോറൂമുകളാണ്. അപ്പോൾ 130 ഷോറൂമുകൾ കൂടി വരികയാണെങ്കിൽ, ഇന്ത്യയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് കല്യാണിനെ സംബന്ധിച്ച്. രാശി പെരിഫറൽസിന് 2 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. 1065.4 കോടി, അതുപോലെ തന്നെ 445.453 കോടി. ബിഗ് ഓർഡേഴ്സ് ആണ്, NMDCയിൽ നിന്നാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി രംഗത്തിൽ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാനാണ്, പോസിറ്റീവ് ന്യൂസാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇൻവെസ്റ്റേഷനുള്ള ടോപ്പ് പിക്ക് നമ്മുടെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളൊരു പിക്ക് തന്നെയാണ്. ജൂനിപ്പർ ഹോട്ടലാണ് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു ഹോസ്പിറ്റാലിറ്റി കമ്പനിയും കൂടിയാണ്. ഹയാത്തിൻ്റെ കുറേ ഹോട്ടൽസ് ഒരു ഫ്രാഞ്ചൈസി മോഡലിൽ ഇവരാണ് റൺ ചെയ്യുന്നത്. ഹയാത്ത് വലിയ രീതിയിലാണ് ഇന്ത്യയിൽ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നത്. ജൂനിപ്പർ ഹോട്ടലിൽ കൂടിയും മറ്റ് ഫ്രാഞ്ചൈസികളിൽ കൂടി മാത്രമാണ് നടത്തുക എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജൂനിപ്പർ ഹോട്ടലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ഇന്ന് ഓപ്പണിംഗ് വീക്ക് ആവാം, നല്ല വൊളാറ്റിലിറ്റി ഉണ്ടാവാം, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സൊക്കെ ഉണ്ടാവാം. പക്ഷേ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഒരു പക്ഷേ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്താ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.